സമസ്തയിൽ വീണ്ടും വിഭാഗീയത. പട്ടിക്കാട് ജാമിയ നൂരിയയിലെ അധ്യാപകനെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് ചേരിതിരിഞ്ഞ ഇരു വിഭാഗവും ഏറ്റുമുട്ടി. ജാമിയ കമ്മിറ്റിക്കെതിരെ പരസ്യ പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സമസ്തയിലെ ലീഗ് വിരുദ്ധർ പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ച് രംഗത്തെത്തി. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേർന്നുണ്ട്. ശിവദാസ്, വളരെ വലിയൊരു ഭിന്നതയിലേക്കാണ് ഈ ഒരു വിഷയം വഴിവെക്കുന്നത്. ഒരുപക്ഷെ ഇനി കൂടുതൽ പ്രതിഷേധങ്ങൾ നടത്തുമെന്നറിയാൻ സാധിക്കുന്നു. പ്രതിഷേധത്തിന് പിന്തുണച്ച മറ്റൊരു വിഭാഗവും രംഗത്തെത്തുകയാണ്. എന്താണ് മറ്റ് വിവരങ്ങൾ? വിഷ്ണു, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സമസ്തയിൽ വലിയ രീതിയിലുള്ള ഭിന്നത തുടരുകയാണ്. കാരണം മുൻപ് ഇല്ലാത്ത വിധത്തിൽ ആ ഭിന്നത രൂക്ഷമായി തന്നെ പുറത്തേക്ക് വരുന്നു. പരസ്യമായി തന്നെ ഇത്തരത്തിലുള്ള ഭിന്നതയിലൂടെ നേതാക്കൾ അഭിപ്രായം പറയുന്നു. പലപ്പോഴും പത്രസമ്മേളനങ്ങൾ അടക്കം വിളിച്ച് അഭിപ്രായങ്ങൾ പറയുന്നു. പലരെയും പുറത്താക്കുന്നു. ആ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ പാണ്ടിക്കാടുള്ള ജാമിയ നൂരിയ കോളേജിൽ നിന്നും ഇപ്പോൾ അസ്കർ അലി ഫൈസിയെ പുറത്താക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കം ഇടപെട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു കേന്ദ്ര മുഷാവറ അംഗം കൂടിയായിട്ടുള്ള അസ്കർ അലി ഫൈസിയെ പുറത്താക്കിയത്. അതിനെതിരെയാണ് ഇപ്പോൾ ഉള്ള ഒരു പ്രതിഷേധം. അതായത് സമസ്തക്കെതിരെ നിലപാടെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിൽ അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം, അതായത് മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അസ്കർ അലി ഫൈസിയെ തിരിച്ചെടുക്കണം, അതോടൊപ്പം തന്നെ ഈ നീതി നിഷേധത്തിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെയും ലീഗ് വിരുദ്ധ വിഭാഗം സമസ്തക്കെതിരെ നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. പലപ്പോഴും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ അടക്കം ഇവർ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഭിന്നത നിലനിൽക്കുന്നതും ഈ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് അത് എത്തുന്നതും. ഈ ഏപ്രിൽ 7-ാം തീയതിയാണ് ഒരു പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നത്. സമസ്തയിൽ നിന്നും ഈ അസ്കർ അലി ഫൈസിക്ക് നീതി നൽകുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പെരിന്തൽമണ്ണ നഗരത്തിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്താനുള്ള ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ ഒരു തീരുമാനം. നിരവധി ആളുകൾ ഇതിൽ പങ്കെടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ നിരവധി പേർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അസ്കർ അലി ഫൈസി നമുക്കറിയാം, അദ്ദേഹം കേന്ദ്ര മുഷാവറ കമ്മിറ്റി അംഗം കൂടിയാണ്, ഒരു മതപണ്ഡിതൻ കൂടിയാണ്. അദ്ദേഹത്തിനെതിരെയാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ സമസ്ത നടപടി എടുത്തിരിക്കുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. വിഷ്ണു, ശരി, ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്.